അശ്വതി മുതലായിക്കൊള്ളുക കാഞ്ഞിരം നെല്ലിയും ക്രമാൽ, അത്തി ഞാവൽ കരിങ്ങാലി പിന്നെ കരിമരം മുള, അരയാൽ നാഗവും പേരാൽ പ്ലാശിത്തയമ്പഴം തഥാ, നാൽക്കൂവളം നീർമരുത് വയ്യങ്കത ഇലഞ്ഞിയും, വെട്ടിയും പൈനും പ്ലാവുമെരിക്കും ചവഹ്നിയും, കടമ്പും നല്ല തേന്മാവ് കരിമ്പന ഇലപ്പയും, ഇവ നക്ഷത്രവൃക്ഷങ്ങൾ നന്ന് നട്ടുവളർത്തിയാൽ. പുരാതന ഭാരതീയ വിദ്യകളിൽ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് വൃക്ഷായുർവേദം. മനുഷ്യർ കുടുക്കാൻ വസ്ത്രമായി മരവുരിയും, ഭക്ഷിക്കുവാൻ ഫലങ്ങളും, അണിയാൻ ആഭരണങ്ങളായി പൂക്കളും, ലഹരിയായി മധുവും മരം നൽകിയതിനാൽ മരത്തെ പ്രാചീനർ ഗൃഹമെന്ന് വിളിച്ചു എന്ന് മത്സ്യപുരാണം പറയുന്നു. ഗൃഹമെന്നാൽ സുഖവാസ സ്ഥാനങ്ങളാണ്. ഇത് പൂർണ്ണമാകുന്നതിന് പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കണം. പ്രകൃതി എന്നാൽ പ്രകർഷേണ കൃതി, ഈശ്വരനുണ്ടാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ. പ്രകൃതി സന്തുലനത്തിനും ഗൃഹനിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള പ്രത്യേക പരിസ്ഥിതി ഇന്ന് ലഭ്യമല്ല. എന്നാൽ വാസ്തുശാസ്ത്രം വളരെ പ്രഗത്ഭമായി ഇതിന് നമ്മെ സഹായിക്കുന്നു. ഗൃഹത്തിൻ്റെ സമീപം ഉയരമുള്ള പാലുള്ള മരങ്ങളുണ്ടെങ്കിൽ അത് പ്രകൃതി ദത്തമായി തന്നെ ഗൃഹത്തെ രക്ഷിക്കുന്നു. പ്രത്യേകിച്ച് വൈദ്യുത ആഘാതങ്ങൾ, അതായത് ഇടിവെട്ട്, ഇടിമിന്നൽ ഇവ ഉണ്ടാകുമ്പോൾ ഈ പാലുള്ള മരങ്ങൾ അവയെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലേക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ നാൽപ്പാൽ മരങ്ങൾ, അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്ന് പറയുന്ന നാൽപ്പാൽ മരങ്ങളുടെ പ്രത്യേകത, അത് പകൽ സമയത്ത് ഓത്രയാണ് ഉണ്ടാക്കുന്നത്. ഓത്ര എന്ന് പറഞ്ഞാൽ ഓക്സിജൻ +1 നൈസൻ്റ് ഓക്സിജൻ. കാറ്റിന്റെ ഗതി, സൂര്യരശ്മി പതനം എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ നോക്കി മരങ്ങൾ നട്ടു പരിപാലിക്കേണ്ട വിധം വൃക്ഷപരിപാലനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയെ പരിഗണിച്ച് വാസ്തുശാസ്ത്രം പറമ്പിൽ നിശ്ചയിച്ചിട്ടുള്ള വൃക്ഷസ്ഥാനങ്ങൾ ഇവയാണ്. കിഴക്ക് ഇലഞ്ഞി, അരയാൽ, പ്ലാവ്. പടിഞ്ഞാറ് ഏഴിലം പാല, അരയാൽ, തെങ്ങ്. തെക്ക് പുളി, അത്തി, കവുങ്ങ്. വടക്ക് നാഗമരം, ഇത്തി, മാവ്. ഇവ പ്രകാരം ക്രമീകരിക്കുമ്പോൾ ഈ 4 പൂമരങ്ങൾ പറമ്പിന്റെ 4 ഭാഗത്തും വരും. ഈ പൂമരങ്ങളുടെ സൗരഭ്യതയ്ക്ക് കൂടുതൽ ആരോഗ്യകരമായ പ്രാണൻ ലഭ്യമാക്കുന്നതിന് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ 4 മരങ്ങൾ സഹകാരി വൃക്ഷങ്ങളായി നിർദ്ദേശിച്ചിരിക്കുന്നു.
നാൽപ്പാൽ മരങ്ങൾ പറമ്പിൽ നാലിടത്തും വരുന്നതിനാൽ ആ പ്രദേശത്ത് ഒരു വലിയ സുരക്ഷിത കവചം സൃഷ്ടിക്കപ്പെടുന്നു. കാറ്റിനെ കടഞ്ഞ് ശുദ്ധീകരിച്ച് പരിസരം മുഴുവൻ പ്രാണവായു നൽകി ആരോഗ്യപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ അരയാലിനുള്ള കഴിവ് അപാരമാണ്. പുളിക്ക് പ്രത്യേകത, പുളിയുടെ പത്രങ്ങളുടെ പത്രതല വിസ്തീർണം വളരെ കുറവാണ്. പക്ഷേ ഇലകളുടെ എണ്ണത്തിൽ വളരെ കൂടുതലിതുകൊണ്ട് ആകമാനമുള്ള പത്രതല വിസ്തീർണം പുളിക്ക് മറ്റുള്ള വൃക്ഷത്തേക്കാൾ വളരെ കൂടുതലാണ്. പുളിയുടെ കായ് നമ്മൾ രുചിക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിയുടെ രുചി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇത്രമാത്രം അതിൻ്റെ രുചി പുളി തരുന്നത് സൂര്യരശ്മിയിൽ നിന്നുള്ള അധികമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് പോലെയുള്ള നമ്മൾ പേരിടാത്ത അതിനെ ആഗിരണം ചെയ്തുകൊണ്ടാണ്. വിദ്യാലയങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ വാസ്തുശാസ്ത്രത്തിൻ്റെ നിർദ്ദേശം വെച്ച് സ്വീകരിച്ച് മരങ്ങൾ നടുമ്പോൾ നെല്ലിക്കും അതുപോലെ ഞാവലിനും പ്രത്യേക സ്ഥാനമുണ്ട്. കേരളത്തിൽ സൂര്യന്റെ സഞ്ചാരഗതി തെക്കുവശം കേന്ദ്രീകരിച്ചാണല്ലോ. അതിനാൽ തെക്ക് നിന്ന് വരുന്ന ആ തീക്ഷ്ണ കിരണങ്ങളിലെ അൾട്രാവയലറ്റ് രശ്മികളെ പുളിമരം തന്റെ ചെറിയ നിബിഡമായ ഇലകളിൽ ആഗിരണം ചെയ്യുന്നു. ഈ വിധമുള്ള രശ്മി ശുദ്ധീകരണ പ്രക്രിയയിൽ പുളിയോട് കിടപിടിക്കാവുന്ന മരങ്ങൾ വളരെ കുറവാണ്. ഇപ്രകാരം നടാവുന്ന മറ്റൊരു മരം നെല്ലിയാണ്. ഒരു നെല്ലിക്കയിലെ വൈറ്റമിൻ സി ഓജസ്സുറ്റ മനസ്സും ശരീരവും നൽകുവാൻ കെൽപ്പുള്ളതാണ്. ആമലകി, അതായത് ശരീരത്തിലെ മാലിന്യത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് നെല്ലിക്കയുടെ സംസ്കൃത നാമം. അലക്ഷ്യമായി പൊഴിയുന്ന നെല്ലിക്കയും ഞാവൽപ്പഴവും പെറുക്കിയെടുത്ത് വായിലിടുമ്പോൾ ഓരോ ഓമനയും അനുഭവിക്കുന്നത് പ്രകൃതിയുടെ തനിമയെയാണ്. ഇപ്രകാരം ഓരോ മരങ്ങളും ഓരോ ഇടത്ത് വയ്ക്കുവാൻ ധാരാളമുണ്ട് കാരണങ്ങൾ. ആര്യവേപ്പ് പറമ്പിന്റെ ഏറ്റവും അറ്റത്ത് അതിരിലാണ് വെക്കേണ്ടത്.